UDF ഭരിക്കുന്ന പെരുമ്പാവൂർ അർബൻ സഹകരണ സംഘത്തിലെ വായ്പാ തട്ടിപ്പിൽ നടപടി ആവശ്യപ്പെട്ട CPIM സ്വത്തുക്കൾ കണ്ടുകെട്ടി നിക്ഷേപകർക്ക് നൽകണമെന്നും തട്ടിപ്പിന് കൂട്ടുനിന്നവർക്കെതിരെ നടപടിയെടുക്കണമെന്നും CPIM ആവശ്യപ്പെട്ടു. പെരുമ്പാവൂർ അർബൻ സഹകരണ സംഘത്തിൽ കോടിക്കണക്കിന് രൂപയുടെ ക്രമക്കേട് കണ്ടെത്തിയതിൽ ഭരണസമിതി അംഗങ്ങൾക്കെതിരെ ശക്തമായ നടപടി ആവശ്യപ്പെട്ടാണ് CPIM രംഗത്തെത്തിയത്. കോൺഗ്രസ്, മുസ്ലിം ലീഗ്, INTUC നേതാക്കൾ ചേർന്ന് കോടിക്കണക്കിന് രൂപയുടെ ബാധ്യത ബാങ്കിന് വരുത്തിയെന്നും ഇവർക്കെതിരെ കടുത്ത നടപടികൾ സ്വീകരിക്കണമെന്നും CPIM പെരുമ്പാവൂർ ഏരിയ സെക്രട്ടറി CM അബ്ദുൽ കരീം ആവശ്യപ്പെട്ടു. ഈ ഡെപ്പോസിറ്റേഴ്സിന് നഷ്ടപ്പെട്ടിട്ടുള്ള, കിട്ടാതെ പോയിട്ടുള്ള ഈ തുക ഈടാക്കി കൊടുക്കുന്നതിന് വേണ്ടി ഇത്തരം ആളുകളുടെ ഡയറക്ടർ ബോർഡ് മെമ്പർമാരായി കാലാകാലങ്ങളിൽ ഇരുന്ന ആളുകൾ, പ്രസിഡന്റ് ആയിരുന്ന ആളുകൾ, അതെല്ലാം ഈ ടൗണുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട മുനിസിപ്പൽ ചെയർമാൻ ഉൾപ്പെടെ ഏറ്റവും പ്രഗത്ഭന്മാരായ കോൺഗ്രസിന്റെ നേതാക്കന്മാരാണ്. അവരിൽ നിന്നും ഈടാക്കി ഈ ഡെപ്പോസിറ്റേഴ്സിന് പണം തിരിച്ചു കൊടുക്കുന്നതിന് ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്ന് CPIM ബന്ധപ്പെട്ട അധികാരികളോട് ആവശ്യം. ഈ കോൺഗ്രസ് കാണിക്കുന്ന ഇത്തരം നെറികേടിനെതിരായി വലിയ തോതിലുള്ള പ്രക്ഷോഭം ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടി CPIM ആലോചിച്ചിരിക്കുന്നു. ഭരണസമിതി അംഗങ്ങൾ ഉൾപ്പെട്ട UDF നേതാക്കളുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടി നിക്ഷേപകർക്ക് നൽകണമെന്നും CPIM ആവശ്യപ്പെട്ടു. അതേസമയം ഭരണസമിതി അംഗങ്ങൾക്ക് 33.33 കോടി രൂപയാണ് ജോയിന്റ് രജിസ്ട്രാർ പിഴ ചുമത്തിയത്. എടുക്കാത്ത വായ്പ തിരിച്ചടയ്ക്കാൻ ആവശ്യപ്പെട്ട് നിരവധി പേർക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ പെരുമ്പാവൂർ അർബൻ സഹകരണ സംഘത്തിൽ നിന്നും നോട്ടീസ് എത്തിയിരുന്നു. തട്ടിപ്പ് നടത്തിയവർക്കെതിരെ നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ പ്രതിഷേധം ശക്തമാക്കാനാണ് CPIMന്റെ തീരുമാനം. കൈരളി ന്യൂസ്, കൊച്ചി.